ഗുഡ് ഈവനിങ്. പിന്നെ സന്ധ്യ രാത്രിയിലെ ഡിന്നറിന് ഞാനൊരു ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചെറുപയർ കറിക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, ഓക്കെ, ആദ്യം കുറച്ച് ഉള്ളി ഇടാം. കുറച്ച് ഉള്ളി ഇട്ടു, 2 പച്ചമുളക് ഇട്ടു, 2 തക്കാളി ഇട്ടു, 2 ഇഞ്ചി ഇട്ട്, ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഓക്കെ. തേങ്ങ, അതിനരയ്ക്കാനുള്ള തേങ്ങ, കുറച്ച് തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ശകലം മുളക് പൊടി, 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ച് മതി, പിള്ളേർക്ക് എരിവല്ലേ. അപ്പോൾ അത് അത്രയും കൂടെ ഞാൻ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തത് അടുപ്പ് കത്തിക്കാം. പയർ നമ്മുടെ വെന്ത് കഴിഞ്ഞു. നമുക്കൊന്ന് കടുക് വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് വറുക്കാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. കുറച്ച് വറ്റൽമുളക്, കരിവേപ്പിലൊക്കെ സ്റ്റോക്കാക്കി വെച്ചിരിക്കുക. പറിച്ച് വെച്ചിരുന്ന ഒരു സ്വല്പം കരിവേപ്പില, ഫ്രഷല്ല, അതൊന്ന് ഇതായി വരുമ്പോഴത്തേനും നമ്മൾ പയർ നല്ലപോലെ വെന്ത് കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വെളുത്തുള്ളി, ഉള്ളിയും കൂടെ കറിയാക്കും. ചെറുപയർ കറിയാണ്. വൈകിട്ട് കഞ്ഞിയുടെ കൂടെ നല്ലതാണ്. വൈകിട്ട് എന്നും മിക്കപ്പോഴും കഞ്ഞിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. കഞ്ഞിയാകുമ്പോൾ ചൂടോടെ നമുക്ക് നമ്മുടെ നാടൻ അരിയല്ലേ, ചുവന്ന അരിയുടെ കഞ്ഞി, അപ്പം നല്ലതല്ലേ. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ഇടാം.
നല്ലപോലെ വേവുകയും വേണം, എന്നാൽ ഒരുപാട് വേവുകയും ചെയ്യല്ലേ. അതുപോലത്തെ രീതിയിൽ വേണം പയറെടുക്കാൻ. ഇത് നമുക്ക് തേങ്ങ അരച്ചത് മുമ്പേ കാണിച്ചല്ലേ, ആ കൂട്ടെല്ലാം കൂടെയാണ്. അപ്പം നമുക്കിനി ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം ഞാൻ പച്ചവെള്ളം ഒഴിക്കത്തില്ലേ, ചൂടുവെള്ളമാണ്. കുക്കറിൽ കുറച്ച് പയറിൻ്റെ ഇതുണ്ട്. നല്ല മഴയുണ്ട് ഇവിടെ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടില്ലേ, ഭയങ്കര മഴ. മഴ നിന്നിട്ടുള്ള കാര്യമില്ല. രാത്രിയിൽ ഈ മഴ പെയ്യുന്നതുകൊണ്ട് കള്ളന്മാരുടെ ശല്യം കൂടുതലാണ്. ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലെ കള്ളം കയറി. ഞങ്ങളുടെ നാട് തിരുവല്ലയാണ്, തിരുവല്ല മതിൽ ഭാഗം. ഉപ്പെടുക്കും ഞാൻ, സോറി, മതിൽ ഭാഗം. അപ്പം അവിടെ ഒരു മഠത്തിലാണ് കള്ളം കയറി എല്ലായിടത്തും പോയി. ആരും ഇല്ലാത്ത വീടായിരുന്നു, അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് അത്ര ഉപ്പിട്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കാം. എന്ന് പറയുന്നു എല്ലാവരും ഈവനിങ്ങിൽ ഡിന്നറിന് എല്ലാവരും എന്തുവാ, അതോ ടി വിയുടെ മുമ്പിലാണോ, സീരിയൽ കാണുവാണോ? സീരിയലുണ്ട് ഇപ്പം എന്തുവാ, പനിനീർ പൂവ് സീരിയൽ. പിന്നെ അത് കഴിയുമ്പോൾ എന്തുവാ, മറന്നുപോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും, അത്രയേ ഉള്ളൂ, വലിയ കാഴ്ചയൊന്നുമില്ല. പന്നീർ പൂ കാണും. പിന്നെ ടീച്ചറമ്മ എന്ന് പറഞ്ഞൊരു സീരിയൽ തുടങ്ങി, അത് ഇടയ്ക്കൊന്ന് കാണും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കറി കണ്ടില്ലേ, കുറച്ചുകൂടെ ഒരു ലൂസ് ആക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. ഇനി കുറുക് വരുന്നേ. കുറുകുമ്പോൾ നമുക്ക് കഞ്ഞിക്ക് കുടിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ഇനി വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെ കഴിക്കാം. പുട്ടിന് നല്ല പയർ. അപ്പം ഇത് നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. നല്ല വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ജീരകം, കറിവേപ്പില, തക്കാളി, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലൊരു സൂപ്പർ കറിയാണ്. സൂപ്പർ കറിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് ഇതിന് നല്ലതാണ്. കുറച്ച് നെയ്യ്, എൻ്റെ ഇതാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. ഇങ്ങനെ പരിപ്പ് കറി വെച്ചിട്ടുണ്ടോ എല്ലാവരും? അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതി വെച്ചിട്ടുണ്ടെങ്കിൽ, വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. ഇനി നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് സ്വല്പം നെയ്യും കൂടെ ഒക്കെ ചേർക്കാൻ കൊണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയില വേണമെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൂപ്പറാണ് ഇത്. ഒന്നുകൂടെ നോക്കട്ടെ. വെരി ഗുഡ്. അപ്പം നിങ്ങൾ ഇത് കണ്ട് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. പിന്നെന്തുവാ, വേറൊന്നുമില്ല പ്രത്യേകിച്ച്, ഇതെല്ലാം ഉള്ളൂ. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ബൗളിലോട്ട് നമുക്കിത് മാറാം. ഓക്കെ. അപ്പം എൻ്റെ പയർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.